വരെ പ്രസംഗിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. ആദ്യം പറയുന്നത് ഞാനാണെന്നേ ഉള്ളൂ. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ബദരിയ മദ്രസയാണ് നമ്മുടെ സ്ഥാപനം. നേരത്തെ സ്വാഗതത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ബദരീങ്ങളുടെ സഹായമാണ് നമ്മുടെ എല്ലാ വിഷയത്തിൻ്റെയും അടിത്തറകളിൽ ഒന്ന്. ആ ബദരീങ്ങളുടെ സഹായം കൊണ്ട് വളരെ ചെറിയ രൂപത്തിൽ ആരംഭിച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് ഇപ്പോൾ സീനിയർ സെക്കൻഡറി മദ്രസയായിട്ടാണ് ഇവിടെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഇനിയും അതിന് അഭിവൃദ്ധിയും ഉയർച്ചയും നൽകുമാറാവട്ടെ. ഉടമസ്ഥനായ റബ്ബ് നമ്മെല്ലാം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ ജന്മം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ അനുഗ്രഹം അല്ലാഹു തആല നമുക്ക് നൽകിയത് നമുക്കൊരിക്കലും വിലമതിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള അനുഗ്രഹമാണ്. എണ്ണിയാൽ തീരാത്ത സൃഷ്ടിചരാചരങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് കരയും കടലും. സമുദ്രജീവികളെക്കുറിച്ചുള്ള പഠനം ശാസ്ത്രത്തിന് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. സമുദ്രജീവികളിൽ അത്യപൂർവമായ ചിലതിനെ ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ആ കണ്ടെത്തിയിരിക്കുന്ന ജീവിയെക്കുറിച്ചുള്ള അതിനൂതനമായ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അതിന്റെ പുറകിൽ സമുദ്രത്തിൽ എത്ര ജീവികളുണ്ട് അറിയില്ല. കരയിൽ ഒട്ടേറെ ജീവജാലങ്ങളെക്കുറിച്ച് പലപ്പോഴും ഒരു അപൂർവ ജീവിയെ കണ്ടെത്തി എന്ന് നമ്മൾ വായിക്കാറുണ്ട്. അത് സചേതന വസ്തുക്കളിൽ മാത്രമല്ല, അചേതന വസ്തുക്കളിലും അത് തുടരുകയാണ്. അങ്ങനെ സമുദ്രത്തിലും കരയിലുമായി സചേതന അചേതന വസ്തുക്കളായി ഒട്ടേറെ സൃഷ്ടിചരാചരങ്ങളിലുണ്ട്. അതിൽ കണ്ടാൽ അറക്കുന്നതും വെറുക്കുന്നതുമായ പ്രകൃതിയുള്ളതുണ്ട്. അടുത്ത് ചാരി ഇരിക്കാനും നിൽക്കാനും പറ്റാത്തത്ര ദുർഗന്ധമുള്ളതുണ്ട്. കണ്ടാൽ പേടിയാകുന്ന സ്വഭാവമുള്ളതുണ്ട്. കാണുമ്പോഴേക്കും ആക്രമിക്കുന്ന സ്വഭാവമുള്ളതുണ്ട്. ദൂരെ നിന്ന് പരിഹസിക്കുന്ന സ്വഭാവമുള്ളതുണ്ട്. മറ്റൊരു സൃഷ്ടിയെ കാണുമ്പോഴേക്ക് ഓടി ഒളിക്കുന്ന സ്വഭാവമുള്ളതുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത സൃഷ്ടിചരാചരങ്ങൾ വിവിധ നിറത്തിലും സ്വഭാവത്തിലുമായി അള്ളാഹുവിന്റെ സൃഷ്ടികളായി ഉണ്ട്. ഈ സൃഷ്ടിചരാചരങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ വലഖദ് കറംനാ ബനി ആദം സന്തതികളെ നാം ആദരിച്ചു, ബഹുമാനിച്ചു, ഉത്കൃഷ്ട ജീവികളാക്കി ഉത്തുംഗ സോപാനത്തിലേക്ക് ഉയർത്തി എന്ന് ഖുർആൻ പ്രഖ്യാപിച്ച സൃഷ്ടിചരാചരങ്ങളിലെ ഉത്തമ സൃഷ്ടി അതാണ് മനുഷ്യവിഭാഗം. എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ നാം ആവശ്യപ്പെടാതെ, നാം അപേക്ഷ സമർപ്പിക്കാതെ റബ്ബ് തആല അവന്റെ മഹളായ ഫളിൽ കൊണ്ട് നമ്മുടെ ജന്മം മനുഷ്യ തറവാട്ടിലാണ് നൽകിയത്. അൽഹംദുലില്ലാഹ്. മനുഷ്യ തറവാട്ടിൽ പിറന്ന കൂട്ടത്തിൽ സൃഷ്ടാവിനെ ധിക്കരിക്കുന്നവരുമുണ്ട്, നിഷേധിക്കുന്നവരുമുണ്ട്. സൃഷ്ടാവിന്റെ ആസ്തിക്യത്തിൽ പങ്കാളികൾ ചേർക്കുന്നവരുമുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. ഇങ്ങനെ മനുഷ്യരായി സൃഷ്ടിച്ചപ്പോൾ തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും നിഷേധിക്കുന്നവരുമൊക്കെ ഉള്ളപ്പോൾ
അല്ലാഹു തആല നമ്മളെ സൃഷ്ടിക്കുമ്പോ രണ്ടാമതൊരു അനുഗ്രഹം അതിന് ചേർത്ത് വെച്ചു. അതെന്താണ്? നമ്മുടെ ജന്മത്തിന് തെരഞ്ഞെടുത്തത് മനുഷ്യ കുടുംബം എന്ന് മാത്രമല്ല, പിന്നെയോ ഒരു മുസ്ലിമായ മാതാവിന്റെയും മുസ്ലിമായ പിതാവിന്റെയും സന്താനമായി ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു മതം അത് പരിശുദ്ധ ഇസ്ലാം ഒന്ന് മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉത്തമ സമൂഹത്തിന്റെ ഉത്തമ മതത്തിന്റെ മാതാപിതാക്കളിലാണ് എനിക്കും നിങ്ങൾക്കും ജന്മം അല്ലാഹു തീരുമാനിച്ചത്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഒരു ജന്മം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിച്ചപ്പോൾ സഹോദരീ സഹോദരങ്ങളെ, ഈ ഭൂമിയിലേക്കുള്ള വരവ് അല്ലാഹു തആല നമുക്ക് വളരെ ബഹുമാനത്തിൽ, വളരെ ആദരവിൽ, വളരെ സന്തോഷത്തിലാണ് നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അങ്ങനെ മനുഷ്യ തറവാട്ടിലും ഇസ്ലാമിക കുടുംബത്തിലും ജനിച്ചപ്പോൾ നമ്മുടെ പാരമ്പര്യത്തെ ഒന്ന് ഓർത്തു നോക്കുക. മനുഷ്യ കുടുംബവും ഇസ്ലാമിക കുടുംബവും ചേർന്ന് നിൽക്കുന്ന നബിയുല്ലാഹി ആദം, അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും ഉത്തമരായ, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ, ഉലുൽ അസ്മുകളായ മഹാന്മാർ ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ 1,00,000-ലധികം വരുന്ന അമ്പിയാക്കൾക്ക് ജന്മം നൽകാൻ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യ കുടുംബം ഇസ്ലാമിക കുടുംബം. അവിടെയാണ് നമ്മുടെ ജനനം. അമ്പിയാക്കളുടെ ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ 4 ഖുലഫ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ ജീവിച്ച ഉത്തമമായ തറവാട്ടിലാണ് നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച് ആദരിച്ചിരിക്കുന്ന സ്വഹാബാക്കളുടെ ശേഷം ഈ ഉമ്മത്തിലെ ഏറ്റവും മാതൃകാ പുരുഷന്മാരായ 4 അഇമ്മത്തുകൾ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, 4 ഇമാമിങ്ങൾ ജീവിച്ച ഇസ്ലാമിക കുടുംബം. ലോകത്തിന് ആത്മീയമായി ഇന്നും എന്നും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അൽ അഖ്താബുൽ അർബഅ, ബഹുമാനപ്പെട്ട ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, الشيخ أحمد الكبير الرفاعي, الشيخ أحمد البدوي, الشيخ إبراهيم الدسوقي رضي الله عنهم أجمعين, അവരൊക്കെ ജീവിച്ച് മാതൃക കാണിച്ചു തന്ന ഉത്തമമായ തറവാട്. ഈ തറവാട്ടിലാണ് സഹോദരങ്ങളെ നമ്മുടെ ജനനവും നമ്മുടെ സമയം. അപ്പോൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള നമ്മുടെ യാത്രയപ്പോൾ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള നമ്മുടെ വരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായ ഫള് കൊണ്ട് വളരെ അനുഗ്രഹീതമായ രൂപത്തിലാണ് മനുഷ്യ കുടുംബം ഇസ്ലാമിക കുടുംബം. അതോടൊപ്പം ഈ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്ന മക്കളെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ ചിലതൊക്കെ ബുദ്ധിപരമായി കഴിവ് കുറഞ്ഞവർ, ബുദ്ധിശക്തി വളരെ കുറഞ്ഞ ആളുകൾ. ചില കുട്ടികളെ നോക്കിയാൽ കണ്ണിന് കാഴ്ചയില്ലാത്തത്, ചിലതിന് നോക്കിയാൽ കേൾവിശക്തിയില്ലാത്തത്, ചിലത് നോക്കുമ്പോൾ സംസാരശേഷിയില്ലാത്തത്, മറ്റു ചിലത് നോക്കുമ്പോൾ വിവിധങ്ങളായ വൈകല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. തൃശ്ശൂർ പട്ടണത്തിൽ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിന്റെ 2-3 വാർഡുകൾ നമ്മൾ ഈ ഒരുക്കിയിരിക്കുന്ന ഗ്രൗണ്ടിനേക്കാൾ വിശാലമാണ് സൗകര്യം എന്ന് പറയണം. ആ ഹോസ്പിറ്റലിന്റെ വാർഡിൽ
നമ്മൾ രോഗികളായി കിടക്കുന്ന മക്കളെ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ ഏത് കഠിന ഹൃദയമുള്ള ആളും നിറക്കണ്ണീരോട് കൂടെ മാത്രമേ ആ വാർഡ് സന്ദർശിച്ചുകൊണ്ട് തിരിച്ചു പോരാൻ സാധിക്കുകയുള്ളൂ. എന്താണ് കാരണം? ജന്മന വൈകല്യമുള്ള മക്കൾക്കാണ് അവിടെ ചികിത്സ. നമ്മുടെ ശരീരത്തിന്റെ ഭംഗി ഏറ്റവും പ്രകടമാകുന്നത് നമ്മുടെ ഈ മുഖമാണ്. ഈ മുഖത്ത് ഈ കണ്ണിന്റെ ഇവിടം മുതൽ, ഈ പുരികത്തിന്റെ ഇവിടം മുതൽക്ക് ഇങ്ങോട്ട് താടിയെല്ലിന്റെ അറ്റം വരെയുള്ള ഈ കുറഞ്ഞ സ്ഥലം, ഈ സ്ഥലത്ത് ജന്മന ഉള്ള വൈകല്യങ്ങൾ, ആ വൈകല്യങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒട്ടേറെ മക്കളെയാണ് നമുക്ക് ആ ഹോസ്പിറ്റലിൽ കാണാൻ സാധിക്കുന്നത്. സാന്ത്വനം പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ കയറിയിറങ്ങി രോഗികളെയും അവരുടെ കൂടെ നിൽക്കുന്നവരെയും അവരുടെ കുടുംബത്തെയും സംബന്ധിച്ചുകൊണ്ട് ഒരു പഠനം നടത്തുന്നതിന് വേണ്ടി അങ്ങനെ സന്ദർശിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയാൽ വല്ലാത്തൊരു കാഴ്ചയാണ്. ഒരു കുട്ടിയെ ഞാൻ കണ്ടപ്പോൾ ആ കുട്ടിയുടെ മൂക്ക് കണ്ണിനോട് ഇങ്ങനെ ചേർന്നാണ് നിൽക്കുന്നത്. അത് നമ്മുടെ സാധാരണത്തെക്കാൾ കൂടുതൽ കുറച്ച് വലിപ്പത്തിലുമാണ് നിൽക്കുന്നത്. ആ കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ച ഈ മൂക്കിന്റെ രണ്ട് തട്ടയിൽ മാത്രം തട്ടി നിൽക്കും, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കാഴ്ചയില്ല. മൂക്കിങ്ങനെ ഉയർന്നിട്ട് കണ്ണിനോട് ചേർന്ന് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 21 വയസ്സായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ആ കുഞ്ഞിനെയും ഇങ്ങനെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീര് വരും. ഒരു മദ്രസ അധ്യാപകനായ പിതാവ്, അദ്ദേഹത്തിന് 21 വയസ്സായിരിക്കുന്ന ഭാര്യ ഈ കുട്ടിയെയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടർമാർ 12 വയസ്സ് പ്രായമാകുന്നതിനിടയ്ക്ക് ഈ കുട്ടിക്ക് 24ഓളം ഓപ്പറേഷന് വിധേയമായെങ്കിലേ ആ കുട്ടിയുടെ മൂക്ക് യഥാർത്ഥ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ശ്രമത്തെ പറ്റി പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ തന്നെ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ച് ശരിക്കും അവർക്ക് പറയാൻ കഴിയില്ല. ഈ കൂടിയിരിക്കുന്ന നിങ്ങളും ഞാനും ഒന്ന് ഓർത്തു നോക്കുക. ഉടമസ്ഥനായ റബ്ബ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നമ്മെ കൊണ്ടുവരുമ്പോൾ അത്തരം ഒരു പരീക്ഷണത്തോടു കൂടെ അല്ല നമ്മുടെ ജനനം. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അതിങ്ങനെ ആ കുട്ടിയെ നമ്മൾ കണ്ട് അതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചന ഇങ്ങനെ നടക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമുക്ക് അല്ലാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്താൽ നമുക്ക് അറിയാതെ തലകുനിക്കും, അറിയാതെ നമ്മൾ സുജൂദിൽ വീണുപോകും. ഉറപ്പാണ് അക്കാര്യം. മറ്റൊരു കുട്ടി, ആ കുട്ടിയുടെ ചുണ്ട് ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴ്ന്നിട്ട് താടിയെല്ലിന്റെ ഇവിടെയാണ് നിൽക്കുന്നത്. ഒരുപാട് ഈ താഴ്ഭാഗത്തെ ചുണ്ട് വളരെ താഴ്ന്ന് നിൽക്കുകയാണ്. മുകളിലെ ചുണ്ടും താഴെ ചുണ്ടും തമ്മിൽ കണക്ഷൻ ഇല്ല, ഇങ്ങനെ നിൽക്കുകയാണ്. ആ കാഴ്ച ഇങ്ങനെ കണ്ടാൽ ആ കുട്ടിയുടെ ഉമ്മയുടെ മുഖത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയില്ല. കാരണം ഈ കുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ 24 മണിക്കൂറും ആ ഉമ്മയുടെ മുഖം കണ്ണുനീര് കൊണ്ട് കഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് നൽകിയിരിക്കുന്ന പൊന്നോമനയുടെ മുഖത്ത് നോക്കിയിട്ട് എപ്പോഴും കണ്ണീരാണ് ആ ഉമ്മ. ഡോക്ടർമാർ ആ കുട്ടിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് 12 വയസ്സാകുന്നതിന് മുമ്പ് 5ഓ 6ഓ പ്രാവശ്യം ഓപ്പറേഷന് വിധേയമാക്കിക്കൊണ്ട് ഈ ചുണ്ട് മുകളിലേക്ക് കയറ്റി കൊണ്ടുവരണം. എന്നാൽ തന്നെ അതിനെ സംബന്ധിച്ച് ഖണ്ഡിതമായി ഒരു ജന്മന ഉള്ള ഒരവസ്ഥയിലേക്കാകും എന്ന് പറയാൻ സാധിക്കുകയില്ല. മുഖത്തെ ചില അവയവങ്ങൾ, മൂക്കും ചുണ്ടുമൊക്കെ നിറഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്ത് ആ ഹോസ്പിറ്റലിന്റെ വാർഡിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ മുഖത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സൈസ് മെഷീനറികളുണ്ട്. യാ റബ്ബ് യാ റബ്ബ്. ഓപ്പറേഷൻ ചെയ്തിട്ട് ആ കുട്ടികളുടെ മുഖത്തിങ്ങനെ നോക്കിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
നിറയെ കമ്പിക്കൂടുകളെ കൊണ്ട് വിവിധങ്ങളായ മിഷനറീസ് കൊണ്ട് അവരുടെ മുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കാഴ്ച കാണുമ്പോൾ അറിയാതെ നമ്മൾ ഹോസ്പിറ്റലിൽ സുജൂദിൽ വീണുപോകും. ഈ രണ്ട് കണ്ണിന് ഇടക്കുള്ള ഈ അതിർത്തി ഉണ്ടല്ലോ, ഈ മൂക്കിന്റെ പാലം, ഈ പാലം ഇല്ലാതെ ഈ രണ്ട് കണ്ണുകളും അടുത്തിങ്ങനെ നിൽക്കുകയാണ്. ഈ രണ്ട് കണ്ണും അടുത്ത് നിൽക്കുക. അതിൽ ഒരു കണ്ണ് അല്പം വലിയ രൂപത്തിൽ. ഇങ്ങനെയാണ് ഒരു കുട്ടിയെ കാണാൻ സാധിക്കുന്നത്. ഡോക്ടർമാർ പറയുന്നു ഇതിന് ചികിത്സയില്ല, ഇത് നന്നാക്കിയെടുക്കാൻ വൈദ്യശാസ്ത്രത്തിന്റെ കയ്യിൽ വഴിയില്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇങ്ങനെ എത്രയെത്ര കുഞ്ഞുങ്ങൾ, ഈ കൂടിയിരിക്കുന്ന നിങ്ങളും ഞാനും, നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ ജ്യേഷ്ഠൻ, നമ്മുടെ അനുജൻ, നമ്മുടെ പെങ്ങൾ, നമ്മുടെ സഹോദരീ സഹോദരന്മാർ, അവരെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തു നോക്കൂ. റബ്ബ് തആല നമുക്ക് ജന്മനാ ഭൂമിയിലേക്ക് നമ്മെ കൊണ്ടുവരുമ്പോൾ അള്ളാഹു ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് എണ്ണി നോക്കിയാൽ തീരുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ കൂമ്പാരങ്ങളെ കുറിച്ച് എണ്ണി അവസാനിപ്പിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞത് നമുക്കിങ്ങനെ ബോധ്യമാണ്. ഏതൊരു ചെറിയ ബുദ്ധിക്കും ബോധ്യമാണ്. അപാരമായ റബ്ബിന്റെ അനുഗ്രഹം. ആ അനുഗ്രഹത്തിൽ നാം ഭൂമിയിൽ വന്നു. എത്ര സന്തോഷത്തിൽ, എത്ര ആഹ്ലാദത്തിലാണ് നമ്മുടെ ജീവിത രീതി. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇത്രയൊക്കെ അനുഗ്രഹങ്ങളെ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച അല്ലാഹു ജല്ല ജലാലുഹു, ആ അല്ലാഹുവിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലല്ലോ, നമ്മുടെ കൈകൊണ്ട് തൊട്ടു നോക്കാൻ പറ്റുന്നില്ലല്ലോ, നമ്മളെ കാലുകൊണ്ട് നടന്നെടുക്കാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് അല്ലാഹുവിനെ നേരിട്ടൊന്ന് നമ്മളുൽ ഖംസ് എന്ന് പറയും, അഥവാ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അറിവ്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അറിവിൽ നമുക്ക് റബ്ബിനെ കണ്ടെത്താൻ നിർവാഹമില്ല. എങ്കിൽ റബ്ബിനെ നമുക്ക് കാണണ്ടേ? കാണണം. റബ്ബിനെ നമുക്ക് അറിയണ്ടേ? അറിയണം. അറിഞ്ഞേ മതിയാകും. റബ്ബ് ചെയ്തിരിക്കുന്ന അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തിയേ മതിയാകും. എങ്കിൽ അത് പിന്നെ എങ്ങനെ സാധ്യമാക്കണം? ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നാവിൽ ഒരു ചെറിയ നനവ്, എപ്പോഴും ആ നനവ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഉമിനീര്. ആ ഉമിനീരെങ്ങാനും എന്റെ നാവിൽ നിന്ന് വറ്റിപ്പോയാൽ എന്റെ നാവ് അനക്കാൻ കഴിയും. ആ ഉമിനീരെങ്ങാനും നാവിൽ വറ്റിപ്പോയാൽ തീർച്ചയായും നമ്മുടെ നാവ് അനക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? മണിക്കൂറുകൾക്കകം ആ നാവിന്റെ ഈ അവസ്ഥയൊക്കെ മാറിയിട്ട് അത് നമുക്ക് ശരിക്കും വെള്ളം വറ്റി വെയിൽ കൊണ്ട് ഉണങ്ങി ചൂട്ടായി നിൽക്കുന്ന പാടത്ത് വിണ്ടു കീറി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണും. ഇതേ അവസ്ഥ നമ്മുടെ നാവിന് വരും. ഈ ഉമിനീരിന്റെ നനവ് 24 മണിക്കൂർ നിലനിൽക്കുന്നില്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഉമിനീര് വരുന്നത്? ഇത്ര ശുദ്ധമായി, ഇത്ര രുചികരമായി. ഇതാരാണിത് നൽകിക്കൊണ്ടിരിക്കുന്നത്? ആ ഉമിനീരിലേക്ക് നിങ്ങൾ നോക്കൂ. ആ ഉമിനീരിലേക്ക് പഞ്ചസാര ചെന്നാൽ അതിന്റെ രുചിയോട് ആ ഉമിനീര് ഇണങ്ങിച്ചേരും. ആ ഉമിനീരിലേക്ക് ശർക്കര കൊടുത്താൽ അതിന്റെ രുചിയോട് അത് ഇണങ്ങിച്ചേരും. നമ്മളെ വായിലേക്ക് വെക്കുന്നത് മാമ്പഴമാണെങ്കിൽ, നമ്മളെ വായിലേക്ക് വെക്കുന്നത് തേങ്ങയാണെങ്കിൽ, നമ്മൾ ചെരങ്ങയാണെങ്കിൽ, മുരിങ്ങയാണെങ്കിൽ, എന്താണെങ്കിലും അതിന്റെ രുചിയോട് വേഗത്തിൽ ഈ ഉമിനീര് ഇണങ്ങിച്ചേരും. കയ്പാണെങ്കിൽ കയ്പ് രുചി, മധുരമാണെങ്കിൽ മധുരത്തിന്റെ രുചി. കണ്ടോ? ഇങ്ങനെ എല്ലാറ്റിനോടും ഇണങ്ങിച്ചേർന്ന ഒരു രുചികരമായിരിക്കുന്ന നീര് നമ്മളെ നാവിനിങ്ങനെ 24 മണിക്കൂർ ഇതെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ നാവ് പാടത്ത് വെള്ളം വച്ചിട്ട് വിണ്ടു കീറി നിൽക്കുന്നത് പോലെ നിൽക്കും. പിന്നീട് ആ നാവ് അനക്കാൻ കഴിയില്ല. ഇത് അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്നിട്ട് ആ റബ്ബിനോടൊന്ന് അൽഹംദുലില്ലാഹ്, ആ റബ്ബിന് മുമ്പിലൊന്ന് സുബ്ഹാനല്ലാഹ് പറയണ്ടേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ റബ്ബിനെ നമുക്ക് ശുക്ർ ചെയ്യണം. ആ റബ്ബിനോട് നമുക്കൊന്ന് നന്ദി പറയണം. എങ്ങനെ പറയും?
അത് ആര് പഠിപ്പിച്ചു തരും? ഞാൻ ഓരോന്നും വേറെ വേറെ പറയേണ്ടതില്ല. നമ്മുടെ നാവിന്റെ ഏറ്റവും തുഞ്ചത്ത്, നമ്മുടെ നാവിന്റെ ഏറ്റവും ഈ അറ്റത്ത്, തലപ്പത്ത് ചെറിയ 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 ഒരുപാട് കുമിളകളുണ്ട്. പുകവലിക്കുന്നവനും മദ്യപിക്കുന്നവനും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനും നിരന്തരമായി ഈ രുചി വർദ്ധിപ്പിക്കുന്നതിന് ഭക്ഷണത്തിൽ ചേർത്തുകൊണ്ടിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അജ്നാമോട്ട് പോലത്തെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും നാവിന്റെ തലപ്പത്തുള്ള ആ കുമിളകൾ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് നഷ്ടപ്പെട്ടാൽ അവരുടെ വായിലേക്ക് കൊടുക്കുന്ന സാധനത്തിന്റെ രുചികളെ തമ്മിൽ വേർതിരിക്കാനുള്ള സംവിധാനം അവർക്ക് ഇല്ലാതാവും. ഇപ്പോൾ നമുക്കത് എത്രമാത്രം റബ്ബ് തആല ചെയ്തു തന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാവിന്റെ തലപ്പത്തുള്ള ആ കുമിളകൾ നമുക്ക് തരുന്ന വിവരം ഒരു മൈക്രോ സെക്കൻഡിൽ നമ്മുടെ ബ്രെയിനിലേക്ക് 3000 രുചികളെക്കുറിച്ച് വിവരം കൊടുക്കാൻ നാവിന്റെ തലപ്പത്ത് സംവിധാനമുണ്ട്. അത് വേഗത്തിൽ ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ ഈ കൂൾ ബാറിൽ കയറിയിട്ട് ഒരു ജ്യൂസ് വാങ്ങും. ഏത് ജ്യൂസ്? പഴയ മാതിരി അല്ല. പണ്ട് മാംഗോ ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ആപ്പിൾ ജ്യൂസ്, ഓരോരോ ജ്യൂസാണ്. ഇപ്പോ അതൊക്കെ കൂടെ കൂടിയിട്ടൊരു ജ്യൂസ് അടിക്കരുത്. അതിനെന്താ പറയാ? അത് നിങ്ങൾ പേരെന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഏതായാലും ഞാനതൊരു സംഗതി പറഞ്ഞുതരാം. എന്താണ്? ഈ പീടികയിൽ എന്തൊക്കെ പഴങ്ങളുണ്ട്, ആ പഴമൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് ആ ജ്യൂസ് അടിക്കുന്നത്. ആ ജ്യൂസ് അടിച്ചിട്ട് അതിലെന്ത് ചെയ്യുന്നത്? മുന്തിരിയുണ്ട്, പപ്പായുണ്ട്, ആപ്പിളുണ്ട്, പൈനാപ്പിളുണ്ട്, മാംഗോ ഉണ്ട്, എല്ലാം ഇതിലുണ്ട്. പക്ഷെ അതൊക്കെ കൂടെ കൂടി മഹ്ലൂത്തി മുഷക്കലായിട്ട് ഇങ്ങോട്ട് അടിക്കും. അടിച്ച ജ്യൂസ് നമ്മുടെ വായിലേക്കാണ് വെക്കുന്നതോട് ഒരു തുള്ളി നാവ് വരെ വീഴുമ്പോഴേക്ക് നാവ് പറയും, മുന്തിരി പഴയതാട്ടോ. പറയില്ലേ? ഇത് എവിടെ നിന്ന് പറഞ്ഞു? ഇത് ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയ വിവരം വെച്ചുകൊണ്ട് പറയുന്നത്, നമ്മുടെ നാവിന്റെ തലപ്പത്ത് 3000 രുചികളെക്കുറിച്ച് ഒരു മൈക്രോ സെക്കൻഡിൽ ശരീരത്തിന് വിവരം കൊടുക്കാൻ സംവിധാനമുണ്ട്. മദ്യപിക്കുന്നവർക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. സാധാ പുകവലിക്കാർക്ക് അത് ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഭക്ഷണത്തിന്റെ സാധനങ്ങൾ, ചായ, കാപ്പി പോലുള്ള സാധനങ്ങൾ കഴിച്ചിട്ട്, അതുപോലെ തന്നെ പാല് പോലുള്ള കട്ടിയുള്ള അത്തരം ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് വായി ബ്രഷ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കുപ്പിളിച്ച് നാവ് വൃത്തിയാക്കാത്ത ആളുകൾക്കും ഇത് നഷ്ടപ്പെട്ടുകൊണ്ടേ വരും. ശാസ്ത്രീയമായ പഠനങ്ങളും മതത്തിന്റെ കാര്യങ്ങളും ചേർത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ ആ വലിയ ആശയം പഠിപ്പിക്കുന്നത്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. ഓ മനുഷ്യ മക്കളെ, ഈ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങൾ കണ്ട്, ഈ ഭൗതികതയുടെ അതിപ്രസരത്തിൽ മതിമറന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ധിക്കരിക്കുകയും മറ്റ് അക്രമങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ജന്മമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ ജന്മത്തിൽ ഇസ്ലാമിക കുടുംബം, നിങ്ങളുടെ ജന്മത്തിൽ മനുഷ്യ തറവാണ്, നമ്മുടെ ജന്മത്തിൽ അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കാത്, നിങ്ങളുടെ മറ്റവയവങ്ങൾ എല്ലാം അതിൽ പ്രത്യേകമായി എടുത്തു ചോദിച്ചുകൊണ്ട്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനിത് ഓരോന്നും വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ അറിയാതെ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ, നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ചെറിയായ വിവരം നമുക്കറിയാൻ കഴിയുമായിരുന്നെങ്കിൽ നമ്മുടെ റബ്ബിനെ അറിയാതെ നാം വിളിച്ചു പോകും, അല്ലാഹു അല്ലാഹ്. യബ്ന ആദം അൻത അഅജബു മിമ്മാ അഅജബക്. ഓ മനുഷ്യ മക്കളെ, ഭൂമിയിലെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിലൂടെ നാം കാണുന്ന എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ എത്ര അത്ഭുതകരമാണെങ്കിലും
അതിനേക്കാൾ അത്യത്ഭുതകരം നമ്മുടെ ശരീരം തന്നെയാണ്. കമ്പ്യൂട്ടറും ഹൈപ്പർ കമ്പ്യൂട്ടറും സൂപ്പർ കമ്പ്യൂട്ടറും അങ്ങോട്ട് തുടങ്ങിയിട്ട് കമ്പ്യൂട്ടറിന്റെ ലോകം അതെത്ര വലുതാണ്. പക്ഷെ ആ കമ്പ്യൂട്ടറിന് കണ്ടെത്തുന്നത് ആരാണ്? ഉടമസ്ഥനായ റബ്ബ്. നമ്മുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന സംവിധാനത്തെക്കുറിച്ച് നാം ആലോചിച്ചിട്ടുണ്ടോ? ഓർത്തു നോക്കൂ നിങ്ങൾ. എന്തിനാ കുറെ പറയുന്നത്? നമ്മുടെ ശരീരത്തിന് ഒരു സ്മെല്ലുണ്ട്, അല്ലേ? നമ്മുടെ ശരീരത്തിനൊരു സ്മെല്ലുണ്ട്, ഒരു വാസന നമ്മുടെ ശരീരത്തിനുണ്ട്. നമ്മുടെ ഷർട്ട് കുറെ സമയം ശരീരത്തിൽ ഇട്ടിട്ട് അത് അയച്ചു വെച്ചാൽ അതിൽ നിന്ന് ആ സ്മെല്ല് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന ബനിയൻ അത് കുറച്ച് സമയം ഇട്ടിട്ടൊന്ന് ഊരിയാൽ നമുക്കതിന്റെ സ്മെല്ല് വേഗത്തിൽ അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ലോകത്ത് 600 കോടി ജനങ്ങൾ, ഈ 600 കോടി ജനങ്ങളുടെ ബനിയനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് നമ്മളെ ചേലേമ്പ്ര ബാങ്ക് കവർച്ച നടത്തിയിരിക്കുന്ന ആളെക്കുറിച്ച് പഠിക്കാൻ തങ്ങൾ പാപ്പ പറയണ എന്താ? ഞാൻ പറഞ്ഞതിനേക്കാളും മുമ്പ് എപ്പിസ്ഥാൻ എത്തുന്നതാണ്. അള്ളാഹു തആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ചേലേമ്പ്ര ബാങ്ക് കവർച്ച നടത്തിയിരിക്കുന്ന കള്ളനെ പിടിക്കണം. അതിനെന്ത് ചെയ്തു? പോലീസ് നായയെ കൊണ്ടുവന്നു. അവിടെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ ഒരു കഷ്ണം അത് ഈ നായക്ക് കുറച്ചു നേരം ഒന്നിങ്ങനെ മണപ്പിച്ചാൽ ആ നായ അതിന്റെ വാസന പിടിച്ചിട്ട് തീർച്ചയായും അതിന്റെ ഉടമസ്ഥനെ തന്നെ കണ്ടെത്തും. പോലീസ് നായ ഇവിടെ വന്ന് കളവ് തെളിയിക്കാൻ വേണ്ടി പോലീസ് നായ വന്ന് മണം പിടിപ്പിച്ചിട്ട് നിങ്ങളായിരത്തേക്ക് ഓടി വന്നിട്ടില്ലല്ലോ, നമ്മളാരും വീട്ടിൽ നായ കയറിയിട്ടില്ലല്ലോ. ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ട്? ആ കോടിക്കണക്കായ ജനങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം വേറെ വേറെയാണ്. നമ്മുടെ ശരീരത്തിൽ ഈ കാണുന്ന കണ്ണിന് മുകളിൽ മുളച്ചിരിക്കുന്ന രോമം, ഈ പുരികത്തിൽ നിന്ന് ഒരെണ്ണം അത് മാത്രം ലഭിച്ചാൽ ഇത് ആരുടേതാണ്? എന്താണ് റബ്ബ് തആല നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ? ഈ അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്ന റബ്ബിനെ കൊച്ചുനാളിൽ മുലപ്പാലിലൂടെ റബ്ബിനെ അറിയാൻ, മുലപ്പാലിലൂടെ നമ്മുടെ റബ്ബിനെ അറിയാൻ കൊച്ചു കുട്ടികൾക്ക് മുതൽ അല്ലാ അല്ലാ അല്ലാഹു, നമ്മുടെ റബ്ബാണ് അല്ലാഹു. നമ്മുടെ മദ്രസയിൽ ചെറിയ കൊച്ചുനാളിൽ മുലപ്പാലിലൂടെ എന്ന് പറയാം നമ്മുടെ കുട്ടികൾക്ക് അല്ലാഹ് 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 ഈ ചിന്ത നൽകുകയാണ് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ സാഹിത്യോത്സവപരമായി നാടുകളണവായി സാഹിത്യോത്സവപര സ്ഥാപിച്ചിരിക്കുന്ന ഒരു മതമാണ് മൗദൂദിസം എന്ന് പറയുന്ന മതം. മൗദൂദിസം എന്ന് അതിനെ പ്രത്യേകമായി വിളിക്കപ്പെടുന്നത് അത് അദ്ദേഹം സ്ഥാപിച്ചതായതുകൊണ്ടാണ്. അപ്പൊ അബുൽ അഅ്ല മൗദൂദി എന്ന ആൾ പറയുന്ന വ്യാഖ്യാനങ്ങളും ആശയങ്ങളും അതിനു മുമ്പ് ഈ ഇസ്ലാമിക തറവാട്ടിൽ ആരും കേൾക്കുകയോ പറയുകയോ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പുതിയ മതം ആണ്. ആ മതത്തിന്റെ ആശയങ്ങൾ അടിക്കടി മാറ്റിക്കൊണ്ടേയിരിക്കും. നേരത്തെ ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി വളരെ ശക്തമായി പ്രസംഗിക്കുകയും എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നത് ഇത് താഗൂത്തി ഗവൺമെന്റ് നിലനിൽക്കുന്ന രാജ്യമാണ്, ഇവിടെ വോട്ട് ചെയ്യൽ അനുവദനീയമല്ല, ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്തൽ അനുവദനീയമല്ല, അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പഠിപ്പിച്ചിരുന്ന ആളുകൾ. ആ ആളുകൾക്ക് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ നിർത്തുകയും വോട്ട് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അവർ തിരിച്ചു പോയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട്? ആ അബുൽ അഅ്ല മൗദൂദിയുടെ മൗദൂദിസം എന്ന ആശയം അത് അദ്ദേഹം സ്ഥാപിച്ചത്. അതിനു മുമ്പ് അതിന് ഇസ്ലാമിക പാരമ്പര്യമില്ല.
ഞാൻ ഈ ഒട്ടേറെ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ടതൊക്കെ പറയാനുണ്ട്. പക്ഷെ സാധാരണക്കാർക്ക് അറിയുന്ന ഏറ്റവും ഇപ്പൊ ചർച്ചാ വിഷയമായ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യ രാജ്യം അതൊരു താകൂത്തി ഗവൺമെന്റാണ്. ഇവിടുത്തെ ഗവൺമെന്റിൽ ജോലി സ്വീകരിക്കൽ, ഈ ഗവൺമെന്റിനെ സഹായിക്കുന്ന രൂപത്തിൽ വോട്ട് ചെയ്യൽ, അല്ലെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തൽ, ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൽ, ഇതൊക്കെ വലിയ പാതകമാണ് എന്ന് പഠിപ്പിച്ചതാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കും എന്ത് ചെയ്തു? സ്ഥാനാർത്ഥി, സ്ഥാനം പ്ലസ് ആർത്തി അല്ലേ? ഒന്നിനോടൊരു ആർത്തി വരുമ്പോ അതിങ്ങനെ കൂടിക്കൂടിച്ച് അത്യാർത്തിയായി മാറും. അപ്പൊ ഇങ്ങനെ അത്യാർത്തിയുള്ള ആളുകൾ ഇവരെ കൂട്ടത്തിലും വർദ്ധിച്ചു വന്നു. അപ്പൊ പിന്നെ പേരൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി, ആശയങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി. കണ്ടോ? അപ്പൊ മൗദൂദിസം എന്ന ഇസം അത് അബുൽ മൗദൂദിയുടെ വ്യാഖ്യാനം സ്വീകരിച്ച് നിൽക്കുന്ന ആളുകളാണ്. ഇസ്ലാമിക നൂറ്റാണ്ടിന്റെ പാരമ്പര്യം അതിനില്ല. വഹാബിസം എന്ന് പറയും മറ്റൊരു ഇസത്തെ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ആൾ വ്യാഖ്യാനിച്ച വ്യാഖ്യാനങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു ഇസം. എന്തേ അത് ആ ഇസത്തെ അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയുന്നത്? അതിനു മുമ്പ് ആദം നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് റസൂലുള്ളാഹി വരെയും ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഉത്തമ നൂറ്റാണ്ട്, എന്റെ നൂറ്റാണ്ട്, അതിനടുത്ത നൂറ്റാണ്ട്, അതിനടുത്ത നൂറ്റാണ്ട്. ആ നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഒരു ആലിമോ ഒരു മുജ്തഹിദോ ഒരു സ്വഹാബിയോ ഒരു വലിയോ ആരും പറഞ്ഞിട്ടില്ലാത്ത പുതിയ അഭിപ്രായത്തെ സ്വന്തമായി പറയുക വഴി ഒരു മതം സ്ഥാപിച്ചു. അതാണ് വഹാബിസം. അഹ്മദുൽ ഖാദിയാനിയുടെ ഖാദിയാനിസം. അത് അദ്ദേഹം സ്ഥാപിച്ചതുകൊണ്ടാണ് അയാളിലേക്ക് ചേർത്ത് പറയുന്നത്. അഹ്മദുൽ ഖാദിയാനി എന്ന ആൾ, അദ്ദേഹം ഒരു പുതിയ ആശയം കണ്ടെത്തിയ അയാൾ പ്രവാചകത്വത്തിന്റെ കുപ്പായമിട്ടു. അദ്ദേഹം സ്വന്തമായി ഒരു മതം സ്ഥാപിക്കുകയാണ്. അതാണ് ഖാദിയാനിസം. അദ്ദേഹത്തിന് മുമ്പ് ആരും അദ്ദേഹം പറയുന്ന വാദഗതികളും വിഷയങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞിട്ടില്ല. അടുത്ത കാലത്ത് ചേകനൂരിസം ഇല്ലേ? ചേകനൂർ മൗലവി രംഗത്ത് വന്നുകൊണ്ട് ചെറുതിങ്ങനെ പറഞ്ഞു തുടങ്ങി. ആദ്യം ദുഹ എന്നൊരു നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞു ചേകനൂർ. ദുഹ നിസ്കാരം എന്ന് പറഞ്ഞൊരു നിസ്കാരമില്ല. എന്തേ ഇല്ലാത്തത്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, മുത്തുനബി ദുഹ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ആയിഷ ബിബി പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആളുകളൊക്കെ ഇതിങ്ങനെ അത്ഭുതത്തോടു കൂടെ കേട്ടു. അന്ന് അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയത്തെ അതിശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടി പടപൊരുതുന്ന ഇസ്ലാമിന്റെ വാളാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഇ.കെ. ഹസൻ മുസ്ലിയാർ. അള്ളാഹുവേ നീ ദറജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഉസ്താദ് ഇങ്ങോട്ട് സ്റ്റേജിൽ കയറി, എന്താ ഈ പറഞ്ഞത്? ദുഹ എന്ന് പറഞ്ഞ നിസ്കാരമില്ല. എന്തേന്നു? ആയിഷ ബീബി പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഉറപ്പായി രണ്ട്. ഇല്ലാത്തൊരു സംഗതിയെ പറ്റി ഇല്ല എന്നാണ് പറയാ, കണ്ടിട്ടില്ല എന്നല്ല. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ഉണ്ട് ഒന്ന്. രണ്ടാമത്തത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ ഇല്ല എന്നാണോ? എന്നാ ആയിഷ ബീബി വേറെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. മാറിന്നി, എന്റെ ഔറത്ത് റസൂലുള്ളയും കണ്ടിട്ടില്ല, റസൂലുള്ളാഹിന്റെ ഞാനും കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം ഇല്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചേകനൂരിന്റെ ഒരു വാദം അയാൾ കൊണ്ടുവരികയാണ്. അയാളുടെ മുമ്പ് അദ്ദേഹത്തിന്റെ വാദം ഒരാൾക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെ അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയും ചേകനൂരിസം. ഖാദിയാനിസം എന്ന് പറയുന്നത്, വഹാബിസം എന്ന് പറയുന്നത്, മൗദൂദിസം എന്ന് പറയുന്നത്, ചേകനൂരിസം എന്ന് പറയുന്നത്, അതൊക്കെ ഓരോ പുതിയ പുതിയ മതങ്ങൾ അവർ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ്. അത് ഓരോ മതത്തെക്കുറിച്ച് നമുക്ക് നോക്കിയാൽ കാണും. ശ്രീബുദ്ധനാൽ സ്ഥാപിച്ചിരിക്കുന്ന മതം, ബുദ്ധമതം അയാളിലേക്ക് ചേർത്ത് പറയും. യേശു ക്രിസ്തുവിനാൽ സ്ഥാപിതമായി എന്ന് പറയുന്നതുകൊണ്ട് വന്ന ക്രിസ്ത്യാനിസം അത് അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയും. ആരാണോ സ്ഥാപക നേതാവ് അതിലേക്ക് ചേർത്താണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവരാരും സ്ഥാപിച്ചത് ഇസ്ലാം മതം അല്ല. ഇസ്ലാം മതം അതിന്റെ ഉടമ അല്ലാഹു. അവനാണ് നമുക്ക് വായു നൽകുന്നത്, അവനാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടാവിനെ അറിയാൻ,
ആ സൃഷ്ടാവിലേക്ക് അടുക്കാൻ, ആ സൃഷ്ടാവിനെ ഭയപ്പെടാൻ, ആ സൃഷ്ടാവിന് വഴിപ്പെടാൻ മാതൃക കാണിക്കാൻ സൃഷ്ടാവ് തന്നെ സംവിധാനം ഒരുക്കി. എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനെ വഴങ്ങേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനെ ശുക്ർ ചെയ്യേണ്ടത്, അത് അള്ളാഹു തന്നെ അതിന് സംവിധാനം ഒരുക്കി. ആ ഒരുക്കിയ സംവിധാനം എങ്ങനെയാണ്? ഉടമസ്ഥനായ അള്ളാഹുവിന്റെയും അടിമകളായ നമ്മുടെയും ഇടയ്ക്ക് അള്ളാഹു തആല നിശ്ചയിച്ച മധ്യവർത്തികൾ, അള്ളാഹു നിശ്ചയിച്ച മാതൃകാ പുരുഷന്മാർ, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രവാചകന്മാർ, അവർക്ക് അള്ളാഹുവിനോട് അങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് സ്വീകരിക്കാൻ, ആ സ്വീകരിച്ചത് സാധാരണ ജനങ്ങൾക്കിടയിൽ യാതൊരുവിധ തെറ്റും കുറ്റവും പാകപ്പഴവും ഓർമ്മക്കുറവുമില്ലാതെ അത് മാതൃകാപരമായി നടപ്പാക്കാൻ രണ്ടിന്റെയും കഴിവ് അല്ലാഹു തആല കൊടുത്തു. ആ കൊടുത്തിരിക്കുന്ന മധ്യവർത്തികളായ പ്രവാചകന്മാരെ നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടക്ക് നിർത്തി നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്, ആ മഹാന്മാർ. അപ്പൊ അള്ളാഹുവിനെ അറിയാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു റൂട്ട്, ആ റൂട്ടിലൂടെ വരുന്നത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആ ഇസ്ലാമിനൊരു സീൽ ചെയ്തു. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ല് എന്ന അറബി വാചകത്തിന് വക്തി അല്ലെങ്കിൽ വാക്താവ് എന്നാണ് അർത്ഥം. ഇവിടെ പറയുന്ന അസ്സുന്ന എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഭരണഘടനയായ വിശുദ്ധ ഖുർആൻ 23 വർഷക്കാലം ജീവിച്ച് മുത്തുനബി കാണിച്ചു കൊടുത്തു. വാക്കുകളിലും പ്രവൃത്തിയിലും അംഗീകാരത്തിലും പ്ലാൻ തയ്യാറാക്കുന്നതിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ഖുർആന് വ്യാഖ്യാനം നൽകിയത്, ആ വ്യാഖ്യാനമാണ് അസ്സുന്ന എന്ന് പറയുന്നത്. ആ വ്യാഖ്യാനങ്ങളെ കൂടെ നടന്ന് ഊണിലും യാത്രയിലും ഉറക്കത്തിലും എന്ന് വ്യത്യാസമില്ലാതെ മുത്തുനബിയുടെ കൂടെ ജീവിച്ചു, സംശയങ്ങൾ തീർത്തു, വീണ്ടും വീണ്ടും സംശയം തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ജീവിച്ച അവരെ ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബുഹും ബിത്തഖ്വ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ തൗഹീദ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മാതൃകാ പുരുഷന്മാരാക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ഖൽബിന്റെ ഉടമകൾ എന്ന് ഖുർആൻ അവർക്ക് സർട്ടിഫിക്കറ്റ് ചെയ്തു. ആ സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള മുത്തുനബിയുടെ കൂടെ ജീവിച്ച് മാതൃക കാണിച്ച് പിൻതലമുറക്ക് പകർത്താൻ ഖുർആൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന അൽ ജമാഅ, ജമാഅത്തു സ്വഹാബ റളിയല്ലാഹു അൻഹു, അത് ചേർത്ത് പറയുന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നതിന്റെ പൂർണ്ണമായതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതിലേക്ക് ചേർത്തുകൊണ്ടാണ് നാം സുന്നികൾ എന്ന് വിളിക്കേണ്ടത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് നാം സുന്നികൾ എന്ന് വിളിക്കുന്നത്. ആ സുന്നി എന്നതിലേക്ക് ചേർത്തുകൊണ്ടാണ് നമ്മുടെ സംഘടനയുടെ ആദ്യത്തിൽ കാണുന്ന SBS, സുന്നി ബാലസംഘം, സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സുന്നി യുവജന സംഘം, സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ, സുന്നി മർക്കസ്. അഹ്ലു സുന്നത്തി വൽ ജമാഅ ഈ ഇരിക്കുന്ന നമ്മെ എല്ലാം അല്ല, ലോകത്തുള്ള എല്ലാ സത്യവിശ്വാസികളെയും ശരീരം കൊണ്ട് അടുക്കുന്നതിനേക്കാൾ ഉപരി മനസ്സുകൊണ്ട് അടുക്കാൻ നമ്മെ സഹായിക്കുന്നത് സുന്നി എന്ന ആശയ തീവ്രതയാണ്. ആ ആശയത്തെ ഇക്കാലത്ത് അമ്പിയാക്കൾക്ക് ശേഷം, സ്വഹാബാക്കൾക്ക് ശേഷം ഔലിയാക്കളിലൂടെ, ആരിഫീങ്ങളിലൂടെ, ആലിമീങ്ങളിലൂടെ ആ പാരമ്പര്യം ഇങ്ങനെ നിലനിർത്തി പോന്നപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് നമുക്ക് ആ പാരമ്പര്യത്തെ നമുക്ക് നിലനിർത്തുന്നതിന് നേതൃത്വം നൽകുന്നതാണ് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവും, അല്ലാഹു ആഫിയത്ത് നൽകുമാറാവും. രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ മറ്റു പലതിലും പലപ്പോഴും ആളുകളൊക്കെ അങ്ങോട്ട് പാർട്ടി മാറും, ഇങ്ങോട്ട് മാറും, അങ്ങനെ വോട്ട് അതിന് ചെയ്യും ഇതിന് ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒരു വോട്ട്, ഗ്രാമപഞ്ചായത്തിലേക്ക് വേറെ വോട്ട്, പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് വേറെ വോട്ട്. ഒരാളെന്നെ ഈ പ്രാവശ്യം വോട്ട് ചെയ്യാൻ പോയപ്പോൾ എന്ത് ചെയ്തു? 3 ആൾക്ക് ചെയ്തിട്ടുണ്ടാകും, ആരും വെറുപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ.
ചെയ്യാൻ സൗകര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഒന്ന് ആ ചിഹ്നത്തിൽ ചെയ്തു, ഒന്ന് ഈ ചിഹ്നത്തിൽ ചെയ്തു, ഒന്ന് മറ്റേ ചിഹ്നത്തിൽ ചെയ്തു. ഇതൊക്കെ ചെയ്യുന്നുണ്ടാകും. അതൊക്കെ ഇവിടെ അനുവദനീയവുമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കുക. അത് ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്ക് കൊടുത്തു, അയാളോട് നേരെ എതിരുള്ള ആൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ കൊടുത്തത്. പക്ഷെ അത് രണ്ടിനുമല്ല ജില്ലാ പഞ്ചായത്തിൽ കൊടുത്തത്. ചില ആളുകളെല്ലാം ഒന്നിനു കൊടുത്തതൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായ നമ്മളെ നീക്കുപോക്കുകൾ നടക്കേണ്ടതാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പരിശുദ്ധ ഇസ്ലാം അത് ഈ വെള്ളിയാഴ്ചത്തെ ജുമുഅ അത് വഹാബികളെ കൂടെ, പിറ്റേത്തെ വെള്ളിയാഴ്ചത്തെ ജുമുഅ അത് ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളിയിൽ, അതിന്റെ വേഷം വേറൊരു ജുമുഅ വന്നപ്പോൾ അത് സ്ത്രീകളുള്ള പള്ളിയിൽ, പിറ്റേത്തെ വെള്ളിയാഴ്ച വേറൊരു ജുമുഅ വന്നപ്പോൾ അത് സ്ത്രീകളുമില്ല ാത്ത പള്ളി. ജുമാണ്ട് സ്വർഗം കൊടുക്കണ പണി അള്ളാഹ്ക്കുമില്ലല്ലോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് അതൊരു തീവ്രമായി പെട്ടെന്നാണ് ഉപേക്ഷിക്കും. അത് പഠിക്കണം അല്ലേ? സ്ഥാനാർത്ഥികളെ പേര് പറഞ്ഞപ്പോ എന്താ പേര് എന്ന് ഒരു പെണ്ണിന് സ്ഥാനാർത്ഥിക്ക് ലിസ്റ്റ് കിട്ടി. എന്താ പേര്? ബി ഫാത്തിമയാണ്. ബീഫ് എന്ന് കേട്ടപ്പോ അതിന് ഇവിടെ പറ്റൂല. അങ്ങനെ ഒരു വികാരത്തിന് അടിമപ്പെട്ടതുകൊണ്ട് മാത്രമായി ഒരു പാർട്ടി ഊറുസ്കാർ അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കബീർ പി DC ആയി. DC ആയോ എന്ന് വെച്ചിട്ട് ഇപ്പൊ അവസാനം DC ആയി. എല്ലാവരും വെയിറ്റ് ചെയ്യാ. വന്നിട്ടുണ്ട്. PP സൗണ്ട് കേൾക്കുന്നോ? മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. നബി അലൈഹി സ്വലാമിന്റെ സ്ഥാനത്താണ് പ്രിയപ്പെട്ട മുഅ്മിനുകളെ ആ പണ്ഡിത നേതൃത്വത്തിൽ ഇന്ന് നമുക്ക് ഏറ്റവും വലിയ അജയ്യമായ നേതൃത്വം സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവണം, അല്ലാഹു ആഫിയത്ത് നൽകുമാറാവണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നമുക്കറിയാം, നമ്മളിവിടെ ഞാൻ പറയും നിങ്ങളോട്, ഉസ്താദ് വരുന്നുണ്ട്, ഞാൻ പറയും, അതെല്ലാം നിങ്ങൾ അറിയിക്കേണ്ടി. നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകാണ്ട് ബേജാറാവുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉസ്താദ് ഇങ്ങോട്ട് വരുമ്പോൾ അതിപ്പോ എല്ലാവർക്കും അറിയാതെ അങ്ങ് അറിഞ്ഞു പോകും. അത് ഉസ്താദിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു ബഹുമാനം. നമ്മുടെ നാട്ടിലെ പണ്ട് സ്ഥലത്ത് ഉസ്താദ് വരിക എന്ന് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ ഞാൻ തടിയെന്ന് പറഞ്ഞു, കുറെ ആൾ തടിയിലാണ്, കുറെ ആൾ അങ്ങോട്ടാണ്. ഉസ്താദിന് വന്നു നോക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഘോഷം. കുറെ ആൾക്കാർ പടക്കം പൊട്ടിച്ചു, കുറെ ആൾ കൂട്ടി, കുറെ ആൾ തെക്കുബീർ ചെയ്തു, എല്ലാവരും ആഘോഷം. ഓരോരുത്തരും പഠിച്ച രീതിയിലാണല്ലോ അവനാൻ ആഘോഷിക്കാം. അങ്ങനെ കുറെ ആൾക്കാർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു, കുറെ ആൾ കൂട്ടിയിട്ട് ആഘോഷിച്ചു. ഓരോരോ ആൾക്കാരുണ്ടാവും, ഓരോ മതത്തിലും ഓരോരോ ആളുകളിലും ഓരോ സംഘടനക്കൊക്കെ ഓരോരോ സ്വഭാവം ഉണ്ടാവും. അങ്ങനെ ആ സ്വഭാവം അനുസരിച്ച് ഓരോരുത്തരും അങ്ങനെയല്ലേ, ആടിന്റെ കരച്ചിലല്ലല്ലോ കുറുക്കാനുള്ളത്. അപ്പൊ ഓരോന്നും എന്തുണ്ടാകും, എല്ലാവരും ആഘോഷിക്കണം. ഉസ്താദിന് വന്നു നോക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് ആ നാട്ടിലാകെ ഒരു ആഘോഷത്തിന്റെ തീപ്പൊരിയായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകുമാറാവും. മുമ്പൊരിക്കൽ ഉസ്താദിന് ഞങ്ങൾ ദ്വീപിൽ പോയി, അന്തമാൻ ദ്വീപിൽ പോയപ്പോ അവിടെ നിന്ന് ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് പറഞ്ഞു, കാന്തപുരത്തിന് ഇവിടെ കാല് കുത്താൻ അനുവദിക്കൂല. അപ്പൊ ഉസ്താദിന്റെ കൂടെ എളിയ ഖാദിമായിട്ട് ഞാനും പറഞ്ഞ മാതിരി തന്നെ, എനിക്കത് അത്ര റാഹത്താവുന്നത് തോന്നിയില്ല. പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ ഇവിടുന്നാണ് ചെന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് അവിടുത്തെ ഗവൺമെന്റിന്റെ പ്രതിനിധി അവരെ വണ്ടിയിൽ കയറ്റി. അവിടുന്ന് കഴിഞ്ഞപ്പോഴത്തിന് വേറെ കണ്ട് പോലീസുകാർ കൂട്ടിയിട്ട് ഓരോ നേതൃത്വത്തിൽ വേറെ വണ്ടി, അവിടുന്ന് കയറ്റി സ്റ്റേജിൽ നിന്ന് പ്രസംഗം കഴിഞ്ഞിട്ട് വേറൊരു വണ്ടി, ആ വണ്ടിയിൽ നിന്ന് കയറ്റിയിട്ട് വീണ്ടും ഇങ്ങോട്ട് വിമാനത്തിൽ നിലത്ത് കുത്താൻ അനുവദിച്ചില്ല.
ഇങ്ങനെ എന്ത് വലിയ ഭാഗ്യമാണ്. ആളുകൾ മുൻകൂട്ടി തന്നെ പ്രഖ്യാപിക്കുന്നു ഇവിടെ കാലുകുത്താൻ അനുവദിക്കൂല. അങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിവിടെ ബദരിയ മദ്രസ ഉണ്ടാക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടന്ന നാട്ടിൽ അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ഈ കേരളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് നോക്കിയാൽ 340-ലധികം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദഅവ കോളേജുകൾ മതവിദ്യാഭ്യാസവും കാലിക വിദ്യാഭ്യാസവും ഒരു കുടക്കീഴിൽ ഒരുമിച്ച് നൽകുന്ന ദഅവ കോളേജുകൾ നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങോട്ട് ഇസ്സത്ത് കോളേജും അങ്ങോട്ട് ബുഖാരി കോളേജും തുടങ്ങി, അരീക്കോട് മജ്മഉം നിലമ്പൂർ മജ്മഉം മഞ്ചേരി ഹിക്കമിയയും തുടങ്ങി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരൊറ്റ സ്ഥലത്ത് നിന്നുകൊണ്ട് 4 ഭാഗത്തേക്ക് നോക്കിയാൽ ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന, മതപഠനത്തിൽ ഏറ്റവും ഉന്നതമായ ബിരുദം, ഭൗതികമായ പഠനത്തിൽ അവർക്ക് ഏറ്റവും നല്ല ബിരുദം, ഇതൊക്കെ നൽകുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞ് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ. അൽഹംദുലില്ലാഹ് ഓരോ വാർഡിലും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകരുടെ വോട്ട് നിർണായകം തന്നെയാണ്. നേരത്തെ നമ്മെ കൂക്കിയവരും, നേരത്തെ നമ്മുടെ സ്റ്റേജ് ഇളക്കിയിട്ട് കാല് പറിച്ചു കൊണ്ടുപോയവരും, നേരത്തെ നമ്മെ പല രൂപത്തിൽ ഉപദ്രവിച്ചവരും, നമ്മെ പള്ളിയിലേക്ക് കയറുമ്പോൾ കയറാൻ അനുവദിക്കാതെ പൊളിച്ച് പുറത്തിറക്കിയവരും, മിമ്പറിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ പിടിച്ച് പുറത്തേക്കിട്ടവരും ഒക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ നിഅമത്ത് ഇന്ന് അവരൊക്കെ നമ്മുടെ അടുത്ത് വരികയാണ്. ഞാൻ സ്ഥാനാർത്ഥിയാണ്, നിങ്ങളെ സഹായിക്കാൻ ഞാൻ പറ്റൂല. അൽഹംദുലില്ലാഹ്. അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തെ ഏത് രാഷ്ട്രത്തിലും ഏതൊരാശയത്തെയും ഹുങ്കുകൊണ്ടും കയ്യൂക്കുകൊണ്ടും ആയുധബലം കൊണ്ടും അടിച്ചമർത്താൻ ഏത് കാലഘട്ടത്തിൽ എവിടെ ശ്രമിച്ചിട്ടുണ്ടോ ചരിത്രം അവർക്ക് മാപ്പ് നൽകിയിട്ടില്ല. തീർച്ചയായും അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ശബ്ദം അവിടെ എന്നും ഉയർന്ന് നിൽക്കുക തന്നെ ചെയ്യും. ആ അടിച്ചമർത്തപ്പെട്ട ശബ്ദത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ ഉദാഹരണം ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ഇന്ത്യയിൽ ശൈഖുനാ കാന്തപുരം ഉസ്താദ്. പർവ്വതങ്ങൾ, 2 പർവ്വതം അപ്പുറവും ഇപ്പുറവും നിറഞ്ഞു നിന്നു. അതിനിടയ്ക്ക് ഒരു ചെറിയ ചെടി മുളച്ചു. അതാണ് ഈ MP സുന്നി. ഇന്ന് ആ 2 പർവ്വതങ്ങൾക്കും തണലേകാൻ മാത്രം ആ വൃക്ഷം വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ ഓരോരുത്തരും പറയുന്നു, കുറച്ച് തണൽ ഞങ്ങൾക്കും വേണം. നമ്മുടെ തണലിൽ ആര് വിശ്രമിക്കുന്നതിനും നമുക്ക് വിരോധമില്ല, ആശയപ്പൊരുത്തം ഉണ്ടാവണമെന്ന് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആ രൂപത്തിൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് പോയപ്പോൾ നമുക്കൊരുപാട് പേരുകൾ കേൾക്കേണ്ടി വന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ മാറി വന്നപ്പോ ആ പ്രധാനമന്ത്രിമാരെ എല്ലാം ശൈഖുനാ AP ഉസ്താദ് പോയി കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം എല്ലാ പ്രധാനമന്ത്രിമാരെയും AP ഉസ്താദ് സന്ദർശിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് പോയപ്പോൾ ഉസ്താദ് കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞു, അല്ലേ? ഇപ്പൊ അവസാന സമയത്ത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ആരാണെന്ന് പറഞ്ഞു? BJP ആണെന്ന് പറഞ്ഞു. പറയുന്നവർക്കൊക്കെ പറയാം, ഉസ്താദിന്റെ ഒരു ചിരി കിട്ടും, അത്ര തന്നെ ഉണ്ടാവും, അല്ലേ? പറയേണ്ടവരൊക്കെ പറയേണ്ടതൊക്കെ. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ആരാണോ മാറി വന്നുകൊണ്ടിരുന്നത് അവിടെ എല്ലാം ഉസ്താദ് അവരൊക്കെ കാണാൻ വേണ്ടി പോയത് എങ്ങനെയാണ്? ഇവരുടെ ആരുടെയും പ്രത്യേക അനുമതിയോ ആരുടെയും പ്രത്യേക എഴുത്തോ വേറൊന്നും വാങ്ങിയിട്ടല്ല. ഉസ്താദ് നേരെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, ഒരു പ്രൈം മിനിസ്റ്ററായി ഒരാൾ അധികാരത്തിൽ വന്നാൽ ആരാണോ പ്രധാനമന്ത്രി അദ്ദേഹം ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെയും പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി സ്ഥാനത്ത് ആരാണോ ഇരിക്കുന്നത് അവരെ പോയി കാണുക, അവരോട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുക. അത് എക്കാലത്തും നമ്മൾ തുടർന്നിട്ടുണ്ട്. അത് ആരാ ഭരിക്കുന്ന പാർട്ടി എന്ന് നോക്കിയിട്ടല്ല, ഭരിക്കുന്ന ഭരണാധികാരി ആരാണ് അവരെ നോക്കിയിട്ടാണ്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മുൻപല്ല് നഷ്ടപ്പെടുത്തിയും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചും
പോറ്റി വളർത്തിയിരിക്കുന്ന പരിശുദ്ധ ദീന് നമുക്ക് നാട്ടിലെ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ, ഇസ്ലാമിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ അതാത് സന്ദർഭങ്ങളിൽ ആവശ്യമായ ആളുകളെ, ഭരണാധികാരികളെ സമീപിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അത് ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അതിന്റെ റൂട്ടിൽ തന്നെ എക്കാലത്തും ചെയ്തു പോന്നിട്ടുമുണ്ട്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഉസ്താദിന് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘ ആയുസ് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ദീർഘകാലം ആ തണലിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ബദരീങ്ങളെ കൊണ്ട് നീ ശക്തി നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ അക്കാപ്പറമ്പ് ഗ്രാമത്തിൽ നമ്മുടെ ഈ സന്തോഷവും നമ്മുടെ ഈ ആഹ്ലാദകരമായ പ്രവർത്തനങ്ങളും അതൊക്കെ കാണുന്നതിനും നമ്മെ ആശീർവദിക്കുന്നതിനും നമുക്ക് വേണ്ടി പ്രാർത്ഥന നൽകുന്നതിനും ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരനെ, ഞാൻ ഓർത്തിയത് അഹ്ലുസുന്ന വൽ ജമാഅയാകുന്ന ഈ പ്രസ്ഥാനം അതിന്റെ ഇസ്സത്തോടുകൂടെ നിലനിർത്താൻ ഈ ജനാധിപത്യ രാജ്യത്ത് നിയമം അനുവദിക്കുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നേതൃത്വം നൽകിക്കൊണ്ടാണ്
ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് കേരളത്തിലും ഇന്ത്യയിലും അവിടുത്തെ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ആ ഇടയ്ക്ക് ഇന്ത്യയിൽ മാറി മാറി വരുന്ന ഭരണാധികാരികൾ, ആ ഭരണാധികാരികളെ കാണുമ്പോൾ പലപ്പോഴും ആളുകൾ തെറ്റായി പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. ഈയിടെ 2 മാസം മുമ്പ് ഉസ്താദ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു. മുമ്പും പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. എന്താണ്, പ്രധാനമന്ത്രി മോദി സാറിനെ കണ്ടു, വലിയ ഒരു സ്വീകരണം പണ്ഡിതന്മാർക്ക് നൽകി. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദും ഖലീൽ തങ്ങളും ഇന്ത്യയുടെ വിവിധ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരും കണ്ടു. പ്രധാനമന്ത്രിയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോരുമ്പോൾ ഉസ്താദ് പ്രധാനമന്ത്രിക്ക് ഒരു കവർ കൊടുത്തു. ചില ഉസ്താദന്മാർ കവർ ഇങ്ങോട്ട് കിട്ടുമെന്ന് കാത്തിക്കലാണ്. ഓർക്ക് ഇങ്ങനെയുള്ളടത്തൊന്നും പോകാൻ കൂടില്ല. എന്താ കൊടുത്ത കവറിലുണ്ടായിരുന്നത്? പ്രധാനമന്ത്രി സാർ, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒട്ടേറെ ന്യൂനപക്ഷങ്ങളും ഒട്ടേറെ പിന്നോക്ക വിഭാഗവും ഒട്ടേറെ കഷ്ടത അനുഭവിക്കുന്ന വിഭാഗവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇന്ത്യ. ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിനും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമൊക്കെ വിദ്യാഭ്യാസപരമായും ഉദ്യോഗ തലങ്ങളിലുമൊക്കെ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്ന 7% നിയമങ്ങളിൽ, ആ നിയമനങ്ങളിൽ താക്കോൽ സ്ഥാനങ്ങളിൽ പലപ്പോഴും എന്റെ സമുദായം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിവരുന്നില്ല. അതുകൊണ്ട് അടുത്ത് ഇന്ത്യൻ ജുഡീഷ്യറികളിൽ ജഡ്ജിമാരെ നിശ്ചയിക്കുമ്പോൾ ഇന്ത്യയുടെ കരസേനയിലും വ്യോമസേനയിലും നാവികസേനയും തുടങ്ങിയ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിശ്ചയിക്കുമ്പോൾ എന്റെ സമുദായം ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരെ പരിഗണിക്കണം എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഒരു നിവേദനം നൽകാൻ ഇന്ത്യ രാജ്യത്ത് മാപ്പള ഉമ്മ പ്രസവിച്ചിരിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ടെങ്കിൽ ശൈഖുന കാന്തപുരം ഉസ്താദായിരുന്നു. അത് ബഹുമാനപ്പെട്ടവർ നൽകുമ്പോൾ നിങ്ങൾക്ക് ഉസ്താദിനെ BJP എന്ന് വിളിക്കാം, വേറൊരു പ്രധാനമന്ത്രി അടുത്ത് പോകുമ്പോൾ കോൺഗ്രസ് എന്ന് വിളിക്കാം, വേറൊരു മുഖ്യമന്ത്രി അടുക്കൽ പോകുമ്പോൾ പിന്നെ അരിവാൾ സുന്നി എന്ന് വിളിക്കാം. അതൊക്കെ ഞങ്ങൾക്ക് കേട്ട് തയമ്പിച്ച സംഗതികൾ. ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആളുകൾ എന്ത് പറയുന്നു, ഒട്ടേറെ ആളുകൾ പ്രശംസിച്ചു, അത് ഉസ്താദ് പ്രശ്നമാക്കാറില്ല. ഒട്ടേറെ ആളുകൾ കൂക്കി വിളിച്ചു, അതും പ്രശ്നമാക്കാറില്ല. ഒട്ടേറെ ആളുകൾ എതിർത്തു. പലപ്പോഴും ഉസ്താദിന്റെ അധ്യക്ഷതയിൽ നിർണായകമായ ചില യോഗങ്ങളൊക്കെ ചേരുമ്പോൾ ഞങ്ങളൊക്കെ ചിലപ്പോൾ തീവ്രമായി സംസാരിക്കും. ആ സമയത്ത് ഉസ്താദ് പറയും, മക്കളെ, നമുക്ക് എതിരാളികളില്ല, നമ്മെപ്പറ്റി അറിയാത്തവരുണ്ടാകും, നമുക്ക് ശത്രുക്കളില്ല, നമ്മെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ലാത്തവരുണ്ടാകും. അന്നാസു അഅദാഉമാ ജഹിലു, അറിവില്ലാത്തവർ, നമ്മെക്കുറിച്ച് അടുത്ത് അറിഞ്ഞിട്ടില്ലാത്തവർ, നമ്മെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവർ, അവര് സംസാരിക്കുന്നത് കേട്ട് അതേ അളവിൽ തിരിച്ച് സംസാരിക്കൽ നമ്മുടെ മര്യാദയല്ല. നാം ആരാണ് എന്ന് അവർക്ക് ബോധ്യമാകുന്ന രൂപത്തിൽ സമാധാനത്തോടുകൂടെ നമ്മുടെ ആശയത്തെ മനസ്സിലാക്കി കൊടുക്കുക. ഇതായിരുന്നു ഉസ്താദ് എപ്പോഴും ഈ പ്രസ്ഥാനത്തിന് നൽകിയിരുന്ന സന്ദേശം. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് വളർന്ന് പടർന്ന് കേരളത്തിൽ സുശക്തമായ സംസ്ഥാന കമ്മിറ്റികൾ SSF-നും SYS-നും ജംഇയ്യത്തുൽ മുഅല്ലിമീനും ജംഇയ്യത്തുൽ ഉലമക്കും എല്ലാം നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ കേരള ഘടകം പിറന്നു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് താമസിയാതെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ തമിഴ്നാട് ഘടകം, കർണാടക ഘടകം, കാശ്മീർ ഘടകം, ആസാം ഘടകം എല്ലാം നിലവിൽ വരാൻ പോവുകയാണ്. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിമീ കാശ്മീർ ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്തിന്റെ കാശ്മീർ ഘടകം നിലവിൽ വന്നു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, കാശ്മീരിന്റെ മണ്ണിൽ മാത്രം മർക്കസു സഖാഫത്ത് സുന്നിയയുടെയും ഈ പ്രസ്ഥാനത്തിന്റെയും നേതൃത്വത്തിൽ 22 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഈ സമൂഹത്തിന് മുമ്പിൽ നമ്മൾ പോകുന്നത്. നമ്മൾ ഈ പറയുന്നത്
തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ചില സ്ഥാനാർത്ഥികളൊക്കെ വന്നിട്ട് വാഗ്ദാനങ്ങൾ ഇങ്ങനെ പറയും, മരക്കൊമ്പത്ത് കിണറുത്തി തരാന്ന് പറയും. അതൊക്കെ വാഗ്ദാനങ്ങളാണ്. അതൊക്കെ ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ നാളെ ആരോ വാട്സപ്പിൽ ഒരു തമാശ കൊടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ. എന്താണ്? നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് കണ്ടിരിക്കുന്ന കാലടി അത് നരിയുടെയും സിംഹത്തിന്റെയും അല്ല, മുമ്പ് 5 വർഷം മുമ്പ് ജയിച്ച ശേഷം ഇപ്പോൾ വോട്ട് ചോദിച്ചു വന്ന സ്ഥാനാർത്ഥിയുടെ കാലടിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ നമുക്ക് വാട്സപ്പിൽ കുട്ടികൾ തമാശ കളിച്ചിരുന്നു. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതല്ല നമുക്ക് പറയാനുള്ളത്. സമൂഹം ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന അഖീദയിൽ ഉറപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് നേതൃത്വം. അല്ലാഹുവേ, ഉസ്താദ് നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഉസ്താദിന്റെ പ്രസംഗത്തിന് മുമ്പ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ വാഗ്ദാനങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട് സംസാരിക്കും. അല്ലാഹു എല്ലാവർക്കും ഇസ്സത്തുള്ള റാഹത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد. ആദരണീയരായ ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്